കാഴ്ചപ്പാടിലേക്ക് വീണ്ടും സ്വാഗതം. 2021 മെയ്യിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ അപൂർവമായ ഒരു സംഭവം നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടാമതും തുടർച്ചയായി അധികാരത്തിൽ ഏറ്റപ്പെട്ടു. കോൺഗ്രസ് നയിച്ച UDF അല്ലെങ്കിൽ കോൺഗ്രസ് നയിച്ച മുന്നണിക്ക് ഇതിനു മുമ്പ് 1977 ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാനായിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അപൂർവമാണ്. അതിനു മുമ്പത്തെ ഇലക്ഷനിൽ ലഭിച്ച സീറ്റുകളെക്കാട്ടിലും എണ്ണത്തോടു കൂടിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി വീണ്ടും അധികാരമേറിയത്. ഈ മെയ് 21-ന് 3 വർഷം പൂർത്തിയാക്കി ഈ സർക്കാർ. പക്ഷെ അക്കാര്യം എത്ര പേർ അറിഞ്ഞു? സർക്കാരിൻ്റെ 3ാമത്തെ വാർഷികം കഴിഞ്ഞുപോയി അല്ലെങ്കിൽ അതിൻ്റെ ആരംഭമായി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരം മലയാളികൾ എത്ര പേർ അറിഞ്ഞു? തീർച്ചയായിട്ടും ഏതോ ചില പത്രങ്ങളിൽ പിണറായി വിജയൻ ഒരു കേക്ക് മുറിക്കുന്ന ചിത്രം കണ്ടു. പക്ഷെ അതിനപ്പുറം സാധാരണ ഒരു സർക്കാർ അതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ആഘോഷമോ ആവേശമോ പ്രതീക്ഷകളോ അല്ലെങ്കിൽ ഇനി നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ട പരിപാടികളുടെ പ്രഖ്യാപനമോ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചുള്ള അഭിമാനമോ ഒന്നും കാണാതെ പോയി. വാസ്തവത്തിൽ ഇത് ഒരു വലിയ സന്ദേശം നൽകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് തന്നെ തങ്ങളുടെ ഈ 3 വർഷത്തെ പ്രകടനത്തിൽ കാര്യമായി ഒന്നും ആഘോഷിക്കാനില്ല, അഭിമാനിക്കാനില്ല എന്നൊരു തോന്നലുണ്ടായോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ സർക്കാരിൻ്റെ ഈ 3ാം വർഷത്തെ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ 3ാം വർഷം പൂർത്തിയാകുന്നതിൻ്റെ ഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും തന്നെയാണ് മുന്നോട്ട് വരുന്നത്. ഇതിനു മുൻപ് പല ഇടതുപക്ഷ സർക്കാരുകൾക്കും അഭിമാനിക്കാനായിട്ടുള്ള വലിയ വലിയ പദ്ധതികളുണ്ടായിരുന്നു. തുടക്കം മുതൽ 1957 മുതൽ ഭൂപരിഷ്കാരം, വിദ്യാഭ്യാസ പരിഷ്കാരം, സാക്ഷരതാ പ്രസ്ഥാനം, ജനകീയാസൂത്രണ പ്രസ്ഥാനം, അല്ലെങ്കിൽ ജില്ലാ കൗൺസിൽ കൊണ്ടുവന്നത്, ഇങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ സ്പർശിച്ച വലിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു പാരമ്പര്യവും ചരിത്രവുമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ 8 വർഷമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് കോവിഡ് കാലത്ത് തീർച്ചയായിട്ടും പല അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങളും ഈ സർക്കാരിനുണ്ടായിട്ടുണ്ട്. വീഴ്ചകളും കുറവായിരുന്നില്ല. എങ്കിലും അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഒരു തുടർ ഭരണം പോലും കേരളത്തിലെ ജനത നൽകിയത്. പക്ഷേ ഈ 3 വർഷമായി സർക്കാരിൻ്റെ കോട്ടങ്ങളും സർക്കാരിൻ്റെ തെറ്റുകളും എണ്ണി എണ്ണി പറയാൻ കഴിയും. എന്നാൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ ഒരു ജലമെട്രോ അല്ലെങ്കിൽ ദേശീയ ഹൈവേ പദ്ധതി മുതലായതൊക്കെ പൂർത്തിയാക്കി എന്നൊക്കെയുള്ള ചില നേട്ടങ്ങളുണ്ടാകും. പക്ഷേ അതിനെതിരായിട്ടുള്ള സർക്കാരിനെതിരായി വന്ന വലിയ പ്രചരണങ്ങളുടെയും വലിയ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും മുന്നിൽ അത് വളരെ നിസ്സാരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിനുമപ്പുറം ഈ സർക്കാരിൻ്റെയും ഈ മുന്നണിയുടെയും CPM-ൻ്റെയും ഏറ്റവും വലിയ മറ്റൊരു ദൗർബല്യം, തങ്ങളുടെ ഈ മോശമായ പ്രതിച്ഛായ നന്നാക്കാൻ, മെച്ചപ്പെടുത്താൻ യാതൊരു ശ്രമവും, ഒരു ചെറിയ ശ്രമം പോലും, ഒരു ചെറുവിരൽ പോലും അനക്കുന്ന യാതൊരു സൂചനയും കാണുന്നില്ലെന്നുള്ളത് വാസ്തവത്തിൽ അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ഉടൻ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുണ്ട്. പ്രാദേശിക സർക്കാരുകളേക്കുള്ള തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഒന്നിനു പുറകെ ഒന്നായി വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഈ കൊടുങ്കാറ്റ് പോലും ഒന്ന് തടുത്തു നിർത്താനോ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശ്രമം പോലും ഈ സർക്കാർ നടത്താത്തത് എന്നുള്ളത് വാസ്തവത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. അതിനുള്ള കഴിവില്ലായ്മയാണോ, അതിനുള്ള ആശയങ്ങളില്ലായ്മയാണോ, അതിനുള്ള ഒരു ആർജവമില്ലായ്മയാണോ, അതോ ശുദ്ധ അലസതയാണോ?
ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 2 വർഷം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഇടതുപക്ഷം, കേരളത്തിൽ മാത്രമായി ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ ആലസ്യത്തിൽ നിന്ന്, ഈ ഒരു പൂർണ്ണമായ ഒരു വൈമുഖ്യത്തിൽ നിന്ന് ഒക്കെ ഉണരാൻ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ മുന്നണിക്കും CPM-നും ഈ സർക്കാരിനും മറ്റുമാവുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം.